നാട്ടുവൈദ്യം നമ്മൾ 100 കൊല്ലങ്ങൾ മുമ്പേ ഉണ്ടായതാണ്. നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ നാട്ടിലെ അറിവുകളെ വെച്ചുകൊണ്ട് വളരെ തുച്ഛമായ രീതിയിൽ അവരെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് നല്ല ചികിത്സ ലഭ്യമാക്കുക എന്നതായിരുന്നു പണ്ടേ ഉണ്ടായിരുന്ന രീതി. ആ രീതിയിൽ മാറ്റം വന്നു. ചികിത്സാ രംഗത്ത് പല വ്യതിയാനങ്ങൾ വന്നു. അതുപോലെ വ്യത്യസ്ത മേഖലകൾ വന്നു. ആ മേഖലകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും വേണം. എന്നാലും നാട്ടുവൈദ്യ ചികിത്സാ രംഗം താനെ മോശമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പം വന്ന ഡോക്ടർമാരും മറ്റുള്ള ആൾക്കാരും വ്യാജന്മാരെന്ന് മുദ്രകുത്തിക്കൊണ്ട് ഈ രംഗത്തെ നാട്ടുവൈദ്യ മേഖലയെ തകർക്കുക പോകുന്ന അവസരത്തിലാണ് ഞങ്ങൾ ഉദ്യമം ഈ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നമുക്കറിയാം, നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ പണ്ട് മുതൽക്കേ എന്ത് രോഗം വന്നു കഴിഞ്ഞാലും സാധാരണ ഒരു വൈദ്യൻ്റെ കീഴിലാണ് ഞങ്ങൾ എത്തുക. ആ വൈദ്യൻ അതിന് കഴിവുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ നാട്ടുപുറങ്ങളിലെ പച്ചമരുന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ മരുന്നുകളെല്ലാം ഇട്ട് തിരുമ്മി നിറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ആ സ്പോട്ടിൽ തന്നെ ആ രോഗിക്ക് വേണ്ടുന്ന ചികിത്സ ചെയ്യുകയാണ് പതിവ്. അത് അത്ര വിദഗ്ധമായി തന്നെ അത് കൈകാര്യം ചെയ്യുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അത് അന്യം നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ ഇത്തരം കള്ളപ്രചരണങ്ങൾ കൊണ്ട് തന്നെ ഇതിനെ അന്യം നിർത്തുകയാണ് ചെയ്യുന്നത്. നാട്ടുവൈദ്യം നശിക്കുമ്പോൾ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടുന്ന ചികിത്സാ രീതിയാണ് നശിച്ചു പോകുന്നത്. ആ ചികിത്സാ രീതി ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് സംരക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ ഒന്ന് പരിശോധിച്ചാൽ മതി. നാട്ടിലൊരു ഗർഭിണിയായാൽ ഒരു ഗർഭം ധരിച്ചാൽ ആ ഗർഭം ധരിച്ചത് മുതൽ നമുക്കറിയാം നാടുകളിലൊക്കെ ആ ഗർഭിണിയെ പരിചരിക്കാനും കാര്യങ്ങൾ നിർദ്ദേശിക്കാനും നമ്മുടെ നാട്ടിലൊക്കെ വയറ്റാട്ടി എന്ന് പറയും. വയറ്റാട്ടി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയും. പല പേരിലും പല തരത്തിലാണുണ്ട്. അവർ വരും എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും 2 ദിവസങ്ങളും വീട്ടിൽ വന്ന് അവരെ ശുശ്രൂഷ, അതുപോലെ അവർക്ക് വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ, അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ, അവരെങ്ങനെ ചെയ്യണം, എങ്ങനെ ഇതാക്കണം, നിർദ്ദേശങ്ങൾ അവർ നൽകുന്നത് പതിവുണ്ടായിരുന്നു. ആ പതിവൊക്കെ മാറി. ആ പതിവ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അലക്കുക, അതുപോലെ തന്നെ അധ്വാനിക്കാൻ പറയും. അത് ഏത് വിധത്തിൽ അധ്വാനിക്കണം എന്നൊക്കെ അവരുടെ നിർദ്ദേശങ്ങളുണ്ട്. യാതൊരു പ്രയാസങ്ങളും അന്നൊന്നും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ കൃത്യമായി 50 മാസം എത്തുമ്പോൾ പ്രസവിക്കും. യാതൊരു പ്രശ്നങ്ങളും കുട്ടിക്കോ അതൊക്കെ ഉണ്ടാവില്ല. കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ നാട്ടുവൈദ്യം കൊണ്ട് ഉപയോഗിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് തണുപ്പ് പിടിച്ചാൽ ആ കുട്ടിക്ക് തണുപ്പ് പിടിച്ചാൽ അതിന് ചെറിയ ചെറിയ മരുന്നുകൾ പ്രയോഗിച്ച് ആ കുട്ടിക്ക് നല്ല കുട്ടികളായി വളർന്നു വരുന്ന കാഴ്ചപ്പാട്. പക്ഷേ കാലം മാറി. നമുക്കറിയാം, അതിൽ നിന്ന് വ്യത്യസ്തമായ രീതികളൊക്കെ ചികിത്സാ രംഗത്ത് വന്നിട്ടുണ്ട്. എങ്കിലും ഈ നാട്ടുവൈദ്യം ഏറ്റവും നല്ല മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ നേടിയെടുക്കുന്നവർ ഈ നാട്ടിലുണ്ട് താനും. അപ്പം അതിനെ പരിപോഷിപ്പിക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം എന്നാണ് ഈ സ്ഥലത്തിൽ നാട്ടുകാരോട് സംസാരിക്കാനുള്ളത്. പിന്നെ നമുക്കറിയാം, ഈ വിഷം തീണ്ടിയാൽ നമ്മൾ നേരെ എത്തുക നാട്ടിൽ വിഷകാരിയുടെ അടുത്തേക്കാണ്. വിഷം പാമ്പ് കടിച്ചാൽ, ചെറിയ എന്തെങ്കിലും തേള് കഴിച്ചാൽ, അതുപോലെ മഴുതാര കഴിച്ചാൽ, ഇങ്ങനെയൊക്കെ എത്തിപ്പെടുന്നത് നാട്ടിലെ ചികിത്സാ രീതി പ്രയോഗിക്കുന്ന വിഷകാരിയുടെ അടുത്തേക്കാണ്. അവരിതുപോലെ തന്നെ മരുന്നുകൾ, അവരുടെ ഗുളികളുണ്ടാവും, അരച്ചു വെച്ച ഗുളികളുണ്ടാവും, അതുപോലെ പച്ചമരുന്നുകളുണ്ടാവും. അത് എടുത്ത് പ്രയോഗിച്ച് അവരെ ചിലപ്പോൾ 2-3 മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പലരുന്നവരെ രാത്രി കൊണ്ടുപോയാൽ പലരുന്നവരെ അവിടെ ഇരിക്കേണ്ടി വരും. ആ ഒരു മാറ്റമല്ലാതെ അതുകൊണ്ട് തന്നെ ആ വിഷകാരി ആ വിഷത്തെ കുറച്ചുകൊണ്ടുവന്നു രോഗി സാധാരണ നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത് നമുക്കറിയാം, ഒറ്റമൂലി ചികിത്സകളുണ്ട് നാട്ടിൽ. മദ്യപിത്തത്തിന് ചികിത്സിക്കുന്നവർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന വിചാരിക്കുന്നു പല സ്ഥലത്തും. അവർക്ക് ഒരാഴ്ചയോ അല്ല 5-6 ദിവസം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം പോകും. കരുവാറ്റം ചികിത്സിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ഇപ്പോൾ അർബുദത്തിന് ചികിത്സിക്കുന്നവരുണ്ട്. അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചികിത്സിക്കുന്ന കഴിവുള്ളവരുണ്ടായിരുന്നു. അതിനൊന്നും പരിപോഷിപ്പിക്കാതെ സംരക്ഷിക്കാതെ
ഒന്നുകൂടി പോഷിപ്പിച്ചുകൊണ്ട് ഈ സമ്പ്രദായം നഷ്ടപ്പെടാതിരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് ഉത്തമ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് മരുന്നിന് കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, തൊഴിലാളികളുണ്ട്, തൊഴിൽ മേഖലയാണ് തേച്ചുള്ളത്. ആ തൊഴിൽ മേഖല കംപ്ലീറ്റ് രക്ഷിക്കേണ്ടത്